നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദപുരി. വൈശാഖ മാസത്തിലെ അമാവാസി നാളിലാണ് ശനി ഭഗവാൻ ജനിച്ചത്. സൂര്യപുത്രനായി നിൽക്കുന്ന ശനീശ്വരൻ അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന്. നവഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന പേര് കൂട്ടി വിളിക്കുന്ന ഒരേ ഒരാള് അത് ശനീശ്വരനാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം നവഗ്രഹത്തിൽ ശനിയുടെ പ്രാധാന്യം. ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ പോലും പരീക്ഷിച്ചിട്ടുള്ള ആളാണ് ശനീശ്വരൻ. കൃത്യതയുടെ, കണിശത്തിന്റെ, നിർബന്ധബുദ്ധിയുടെ, നന്മയുടെ എല്ലാത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന ആളാണ് ശനി. തെറ്റുകൾ ചെയ്യുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ലാത്ത ആള് ശനീശ്വരൻ. കാരണം വളരെ നല്ലൊരു നീതിമാനായ ജഡ്ജിയുടെ ഭാവം കൂടെ അദ്ദേഹത്തിനുണ്ട്. അപകടം, ദുരിതം, കടം, അപവാദം, അപമാനം, പേരുദോഷം, സ്ഥാനഭ്രഷ്ടം, മരണം, ഇങ്ങനെ ഇത്യാദി വിഷയങ്ങൾക്കൊക്കെ ശനി കാരകത്വം വഹിക്കാറുണ്ട്. ശനി കാരണവുമാകാറുണ്ട്. ഏഴര ശനി അനുഭവിക്കുന്നവര്, അതായത് കുംഭക്കൂറ്, മീനക്കൂറ്, മേടക്കൂറുകാര്. കണ്ടകശനി അനുഭവിക്കുന്നവര് മിഥുനക്കൂറ്, കന്നിക്കൂറ്, ധനിക്കൂറ്. ഇവർക്കൊക്കെ വളരെ ശക്തമായ ശനി പ്രാധാന്യവും ശനി പ്രാർത്ഥനയും നിർബന്ധം. ഇപ്പോഴത്തെ സമയം ജാതകത്തില് ശനിദശ അനുഭവിക്കുന്നവർക്കും ശനി ജയന്തി വളരെ പ്രാധാന്യമാണ്. ജീവിതത്തിൽ കണ്ടകശനി അനുഭവിക്കാത്തവരോ ഏഴര ശനി അനുഭവിക്കാത്തവരോ ഒരാൾ പോലും ഈ ലോകത്ത് കാണില്ല. അപ്പൊ എല്ലാ നക്ഷത്രക്കാർക്കും ശനി എന്ന് പറയുന്നത് നിർബന്ധമായി പ്രാർത്ഥന വേണ്ട ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിവസമായ ഇന്ന്, അദ്ദേഹം ഭൂമി നമ്മൾ അവതരിച്ച ദിവസമായ ഇന്ന്, തൊട്ടടുത്ത് നവഗ്രഹ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തലൊക്കെ വളരെ നല്ലതാണ്. ശനീശ്വര സ്തോത്രം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതൊരു 36 തവണ, 44 തവണ, 108 തവണയൊക്കെ ഇന്ന് ജപിക്കാമെങ്കിൽ നല്ലതാണ്. ശനീശ്വരായ നമ, ശനീശ്വരായ നമ. ഈ ശനീശ്വരായ നമ എന്ന് പറയുന്ന നാമം മിനിമം 336, മാക്സിമം 1008 എന്ന് പറയാനില്ല. അത് എത്ര വേണേലും ആവാം. 1008 ജയിക്കാമെങ്കിൽ അതികേമായി. ഈ കണ്ടകശനി, ഏഴരശനിയും ശനിദശ ഒക്കെ അനുഭവിക്കുന്നവരും എല്ലാവരും, കേൾക്കുന്ന എല്ലാവരും പറ്റുവാണെങ്കിൽ ജപിക്കുന്നതല്ല ഇന്നത്തെ ഒരു ദിവസം. കാരണം ഇന്ന് ശനി ജയന്തി ആയതുകൊണ്ട്. ശനീശ്വരായ നമ, ശനീശ്വരായ നമ, ശനീശ്വരായ നമ എന്നും പറഞ്ഞു ജപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പച്ചരിയും എള്ളും കൂടി വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പം കാക്കയ്ക്ക് ഭക്ഷണമായി കൊടുക്കാമെങ്കിൽ അത് വളരെ കേമാണ്. കറുത്ത വസ്ത്രങ്ങൾ ദാനം കൊടുക്കുക, കറുത്ത വസ്ത്രങ്ങൾ ശനിക്ക് സമർപ്പിക്കുക, അത് നല്ലതാണ്. എള്ള് ദാനം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ശനി ജയന്തിക്ക് നിരവധി വഴിപാടുകളുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ജപിക്കേണ്ടത് ശനീശ്വര സ്തോത്രമാണ്. 36, 44, 108 ഒക്കെ ജപിക്കാം. ശനീശ്വരായ നമ ജപിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പരീക്ഷണ കാലഘട്ടത്തിലും നമ്മളെ രക്ഷപ്പെടുത്താനും, നീതിന്യായ വ്യവസ്ഥയുടെ ദേവനായതുകൊണ്ട് നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് വരാനും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വരുന്ന കണ്ടകശനികളുടെ ദോഷങ്ങളോ ഏഴരശനി ദോഷങ്ങളോ ജീവിതത്തെ ബാധിക്കാതെ, അസുഖങ്ങൾ ഉണ്ടാക്കാതെ, കടമുണ്ടാക്കാതെ, പേരുദോഷം ഉണ്ടാക്കാതെ, അപവാദങ്ങൾ ഉണ്ടാക്കാതെ, അപമാനങ്ങൾ ഉണ്ടാക്കാതെ നന്മയുടെ ശ്രേയസിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക. അപകടങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. മരണാദിക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. മരണം ഉണ്ടാവട്ടോ എന്ന് വെച്ച് അതെല്ലാം നല്ല പറയണേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. മനസ്സറിഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കുക. അങ്ങനെ ശനീശ്വര നാമം കൊണ്ട്, ശനീശ്വര ഗായത്രി കൊണ്ട്, ശനി സ്തോത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് പ്രീതി ഇടുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ വളരെ അനുഗ്രഹമായ ദിവസം. കാരണം അദ്ദേഹം ജയിച്ച ദിവസം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിഗംഭീരം തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രീതി വാങ്ങി, നന്മ വാങ്ങി, ഐശ്വര്യം വാങ്ങി സംപൂജിതരാകുക. അപ്പൊ ശനീശ്വര ജയന്തി
നാമജപാദികളിൽ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങി എല്ലാവർക്കും സകല ആൾക്കാർക്കും ജപിക്കാവുന്ന, ഒരാളും മാറി നിൽക്കണ്ട. എന്തായാലും വൈകുന്നേരം നാമം ജപിക്കുന്നതാണ്, എല്ലാവരും ജപിക്കുക, എല്ലാ ആൾക്കാരും. അങ്ങനെ ശനീശ്വര ജയന്തി നല്ല രീതിയിൽ കൊണ്ടു നടക്കുക. ഇപ്പം ഇന്ന് ജപിച്ചു, നാളെ ജപിക്കാം, നാളെ ജപിക്കാം. ഈ ഏഴരശനി കണ്ടകശനി അനുഭവിക്കുന്നവർ എല്ലാ ദിവസവും ജപിക്കാം. ശനിദശ അനുഭവിക്കുന്നവരും ജപിക്കാം. അത് തീരുന്നവരെ ജപിക്കാം. അപ്പം അതുകൊണ്ട് ഇന്നൊരു ദിവസം മാത്രമല്ല, ഇന്ന് ജപിച്ചാൽ കൂടുതൽ ഫലമാണ്. സ്ഥിരമായി ജപിച്ചാൽ അതിൻ്റെ ഫലം എന്നും നിലനിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, നവഗ്രഹത്തിലെ എല്ലാ ഗ്രഹം, ഇപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, സോമൻ, അങ്കാരകൻ, ബുധൻ, അങ്ങനെ പറയുന്നതിൽ ശനീശ്വരൻ ഈശ്വരനായിട്ട് കണക്കൂട്ടിപ്പോൾ ശനിയുള്ളൂ. അപ്പം അത്രയും പ്രാധാന്യം അദ്ദേഹത്തിനുള്ളത്. അപ്പം ആ പ്രാധാന്യം കൊടുത്ത് ഇന്നത്തെ ദിവസവും എന്നും ആ നാമജപാതി ചെയ്ത് ഇന്ന് ചെയ്യുമ്പോൾ അതിന് 3 ഇരട്ടി ഫലം വാങ്ങിച്ച് ആ ശനിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം ഗോവിന്ദ.